എന്താണോ മോടെ ജോലിക്കാരി? തനിക്ക് വേറെ ഒരു പണിയില്ലേ? എപ്പ നോക്കിയാലും ഒരു ജോലി ജോലി. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെല്ലാവുന്ന മോള് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ, അവളെന്റെ തലയെടുക്കുവോ? മേലാൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഇത് പറയാനാണോ അന്ന് എനിക്ക് മദ്യം തന്നത്? ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് എന്റെ മോളെ പറ്റിച്ചിട്ട് തെമ്മടിത്തരം പറയുന്നു. ഇറങ്ങണ പുറത്ത്. മേലാൽ തന്നെ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോരുത്. സംസ്കാരമില്ലാത്ത വർഗം. ആ ദുഷ്ടൻ നിന്നെയും നോട്ടോ കേട്ടോ. അയാളെ നീ അറിയോ? അവനൊരു നീചനാണ് ഭാവനെ. അവൻ 1500 രൂപ. അവൾക്കൊരു സാരി മേടിക്കാൻ പോലും തികയില്ലല്ലോടാ. ഇന്നത്തെ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് നോക്കണ്ടേ? അതുപോരാ, ഒരു 2000 രൂപയെങ്കിലും കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. നീ തന്നെ ചോയ്. ഞാൻ നശിച്ചാലും ഒരു ജോലി കിട്ടിയാൽ പട്ടിണിയിൽ നിന്ന് എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താലോ എന്നോർത്ത് സമാധാനിച്ചു. പക്ഷേ എന്റെ ജോലിക്കാര്യം പറഞ്ഞ് അച്ഛനും അവനും തമ്മിൽ വഴക്കുണ്ടായി. അവസാനം അച്ഛനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. അവനെ കൊന്നിട്ട് നിനക്ക് ജയിലിൽ പോകാമായിരുന്നില്ലേ? ഒന്നിനും കഴിഞ്ഞില്ല ഭാവനെ. മനസ്സ് ശരീരവും തളർന്ന് ഒരു ഭ്രാന്തിയെ പോലെയാണ് ഞാനിന്ന് വീട്ടിലെത്തിയത്. നിങ്ങൾ ചായ കുടിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കെ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വേഗം വരാം. അപ്പച്ചി, അപ്പച്ചി, ഞങ്ങൾ ആ കോയിൽ വരെ ഒന്ന് പൊയ്ക്കോട്ടെ. വേഗം വരണം. ആ പെര പൂട്ടി താക്കോൽ ആ പടിയെ വെച്ചേക്കോ. അമ്മേ, മോനെ, വെയിൽ കൊണ്ട് മോഹമൊക്കെ കറുത്തു. ഒരു തോർത്തെടുത്ത് തലയിലിട്ടൂടായിരുന്നോടാ. പട്ടാളക്കാരന് മഞ്ഞും വെയിലും ഒക്കെ ഒരു പ്രശ്നമാണോ അമ്മേ? പട്ടാളക്കാരനാവുന്നതിന് മുമ്പ് മഞ്ഞും വെയിലും കൊള്ളാതെ മൂടി പൊതിഞ്ഞാ ഞാൻ വളർത്തിയത്. ഇത്തിരി ദണ്ണമുണ്ട്. ശിക്കാരി സാറിന്റെ മോളാണെന്ന് രംഗൻമോൻ അറിയാമോ? ഇല്ല. പറയരുത്. കല്യാണ സമയത്ത് 10 പേരുടെ മുന്നിൽ വെച്ച് അറിഞ്ഞാൽ മതി. നാട്ടുകാരറിയുമ്പോ പണത്തിന് വേണ്ടി മകളെ വിറ്റെന്നേ പറയൂ. ശിക്കാരി സാറിനെ പറ്റി അങ്ങനെ ആരും അപാദം പറയില്ല. എത്ര ചീത്തയാണെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? കല്യാണം കഴിയുമ്പോൾ എല്ലാ ദുസ്വഭാവങ്ങളും മാറിക്കോളും. അതാ എന്റെയും പ്രതീക്ഷ. അയ്യോ അയ്യോ, ഒന്ന് കാണിക്കു ശശിയേട്ടാ. ഒന്ന് കാണിക്കു ശശിയേട്ടാ, പ്ലീസ്. കണ്ണടച്ചെന്നാ കാണിക്കാം. ശരി. ഓക്കെ, ഇനി നോക്കാം. ഇഷ്ടപ്പെട്ടോ? അയ്യോ, ഇപ്പൊ വേണ്ട, മുഹൂർത്ത സമയത്ത് തന്നാ മതി. മുഹൂർത്തം നോക്കിയാണോ ജൗളിക്കടയിൽ സാരി വാങ്ങുന്നത്?
ഇതും ഉടുത്തോണ്ട് വേണം മണവാളന്റെ അടുത്തേക്ക് വരാൻ. അയ്യോ എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ. ഞാൻ ഉടുപ്പിക്കാം. വേണ്ട വേണ്ട ചേച്ചേട്ടാ. ആഹാ, രാജമ്മയോ? വിനുവേട്ടൻ എപ്പോ വന്നു? കുറച്ചു നേരമായി. കൂട്ടുകാരി എന്തേ? നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? അയ്യോ അല്ല, അവൾ ഉം? അവൾ അവിടെ തമ്മിൽ വേർപെടുത്താൻ വയ്യാത്ത ബന്ധമാണ്. ഇയാളാണോ ഭാവനയെ കെട്ടാൻ പോകുന്ന തെമ്മാടി? അയ്യോ, ഇയാളൊരു നല്ല മനുഷ്യനാ. താലിയിട്ട് ചതിക്കാൻ ശ്രമിക്കുന്നവനാ തെമ്മാടി. ആ ഹിൽ പാലസിലെ രംഗൻ. രംഗനോ? ആ വിവരം ഇയാൾക്ക് അറിഞ്ഞൂടെ? അറിയാം. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയായിരിക്കും. വീണേട്ടാ, ശശി പോയോ? എന്ത് തീരുമാനിച്ചു? ഒളിച്ചോടാനോ ആത്മഹത്യ ചെയ്യാനോ? ജീവിക്കാൻ. അതിനുള്ള ധൈര്യം നിന്റെ കാമുകനുണ്ടോ? പട്ടാളത്തിൽ പോകാത്തവരെല്ലാം ഭീരുക്കളാണെന്നാണോ വിനുവേട്ടന്റെ ധാരണ? അയാൾ അത്രയ്ക്ക് ധൈര്യവാനാണെങ്കിൽ എന്തുകൊണ്ട് കല്യാണക്കാര്യം നിന്റെ അച്ഛനോട് പറഞ്ഞില്ല? പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും അച്ഛൻ എന്നെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. രംഗനെ ഇഷ്ടമല്ലെന്ന് അച്ഛനോട് അന്നേ പറയേണ്ടതായിരുന്നു. അച്ഛന്റെ സ്വഭാവം വിനുവേട്ടൻ അറിഞ്ഞൂടെ? എന്റെ ഇഷ്ടത്തിന് വേണ്ടി പറയാനും പ്രവർത്തിക്കാനും എനിക്ക് ആരാണുള്ളത്? അമ്മയുണ്ടോ? ചേട്ടനുണ്ടോ? ഞാനൊരു അനാഥയ്ക്ക് തുല്യമല്ലേ വിനുവേട്ട? വിനുവേട്ടൻ വന്നെന്നറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ സന്തോഷിച്ചു. അതാണ് ഓടി വന്നത്. നോക്കൂ, എന്റെ പൊന്നനുജത്തിക്ക് വേണ്ടി ഈ വിനുവേട്ടൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നറിയാമോ? മുഹൂർത്ത സമയത്ത് മനസ്സിലാകും. പക്ഷെ ഒരു കണ്ടീഷൻ, മേലാൽ ഏട്ടനില്ലെന്നോ അനാഥയാണെന്നോ പറയരുത്. ആട്ടെ, ശശി എവിടെയാണ് താമസിക്കുന്നത്? ഓപ്പോളെ, ആ കേട്ടു. ഭാവന എങ്ങോട്ട് പോയി? അമ്പലത്തിൽ പോയിരിക്കുക. ഓ പോള ഈ പോള. നട്ടുച്ചയ്ക്കാണോ അമ്പലത്തിൽ പോകുന്നത്? ദൈവത്തിനെ തൊഴാൻ അങ്ങനെ പ്രത്യേക സമയമൊന്നും ഇല്ല മാവ. ഓ, താൻ എപ്പോ വന്നു? വരില്ലെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. സമയക്കുറവുണ്ടാ വിവരം അറിയിക്കാഞ്ഞത്? അത്രയ്ക്ക് തിടുക്കമാണെങ്കിൽ എന്തിനാണ് അമ്മാവ മുഹൂർത്തം വരെ വൈകിക്കുന്നത്? താലി കെട്ടാതെ തന്നെ മകളെ കൊണ്ടുപോകാൻ രംഗം മുതലാളി ഒരുക്കമാ. വിനു, മിണ്ടാപ്രാണികളുടെ ജീവൻ അപഹരിക്കുന്ന സ്വഭാവം സ്വന്തം മകളോട് കാണിച്ചത് അല്പം ക്രൂരമായി പോയി. വെള്ളത്തിൽ കിടന്ന് മീൻ കരഞ്ഞാല് അതിന്റെ കണ്ണീര് ആരും കാണില്ലടോ. ശരിയാണ് അമ്മാവ. ഭാവനയുടെ കണ്ണീര് കാണാൻ അവൾക്കാരുമില്ല. അവളെ കരയിപ്പിക്കാൻ വേണ്ടി താൻ എന്തെങ്കിലും പറഞ്ഞു കാണും? പറഞ്ഞു, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അമ്മാവൻ അല്പം കരുണ കാണിച്ചാൽ ഭാവനയുടെ കല്യാണം നമുക്ക് ഗംഭീരമായി നടത്താം. വിനു ഉദ്ദേശിക്കുന്നത്?